സാധാരണ എല്ലാ റൈഡിനും സംഭവിക്കുന്ന പോലെ തന്നെ വളരെയധികം നേരത്തെ ഇറങ്ങി. പക്ഷേ ഒപ്പമുള്ളവർ എണീക്കാനും എത്താനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ സ്റ്റോപ്പ് ഇട്ടിട്ട് ചായയൊക്കെ കുടിച്ചിരുന്നു. ലഘുവായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് തന്നെ സെറ്റാക്കി അതിനുശേഷമാണ് ആൾക്കാരൊക്കെ എത്തി വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. സർ, പെട്ടെന്ന് ചായ കുടിച്ചാൽ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ഇത്തിരി ഉള്ളൂ അല്ലേ? ആയിട്ടാ ഈ എന്നാ അതിൻ്റെ മേലെ കിടന്നിട്ടാ പോരിന്. ഇപ്പം ഞങ്ങൾ എത്തി നിൽക്കുന്ന പാലക്കാട് ചന്ദ്രനഗറാണ്. ഇവിടെ ഞങ്ങളുടെ വണ്ടികളെ കുറച്ച് ലൈനപ്പായി നിർത്തിയിട്ടേക്ക് കുറച്ച് പേരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ട്രിപ്പിന് ഒരു ചെറിയ പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ ഇപ്രാവശ്യം മേട്ടുപാളയം വഴിയാണ് ഊട്ടി കയറുന്നത്. സ്ഥിരം പോകുന്ന നാടുകാണി റൂട്ടല്ല. പക്ഷേ റിട്ടേൺ വരുമ്പോൾ നാടുകാണി വഴിയാണ് നമ്മുടെ ജെറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഉജാല വണ്ടിക്ക് ഇതാണ് ഉജാല വണ്ടി. കാലങ്ങളായി നമ്മുടെ ഗ്രൂപ്പിലുള്ള ഏറ്റവും പഴയ വണ്ടി കേട്ടോ. ഇതാണ് പ്രതിമണ്ണന്റെ വടക്കുതിര. ഇപ്രാവശ്യം ഈ റൈഡിന് പോവല്ലേ 7 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട്. അടുത്ത് നമ്മുടെ ടീം ഈസ് വെയിറ്റിംഗ്. ഹലോ, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിനാശ് ഏതോ പാണ്ടിലോറിൻ്റെ അടിയിൽ കയറാൻ നിൽക്കുക. എന്ത് കഞ്ഞി കുടിക്കാൻ നിർത്തിയിട്ടുണ്ടെന്നോ? അണ്ണ ഒരു അരമണിക്കൂർ മുൻപ് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അവിടെ എത്തിയായിരിക്കും. ഞാൻ ഗൂഗിൾ മാപ്പിൽ ബൈക്കിൻ്റെ ചിഹ്നം വെച്ചേക്കുക, ആരോ ചിഹ്നം ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു നൈസായിട്ടുള്ളൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്പീഡ് കയറുന്നുണ്ട്. 104. ഈ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആവറേജ് മൈലേജ് കാണിക്കുന്നത് 3 ലിറ്റർ പെർ 100 കിലോമീറ്റേഴ്സ്. അതായത് അറൗണ്ട് 33 കിലോമീറ്റേഴ്സ് കിട്ടുമായിരിക്കും. നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ ചില്ലടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മിററിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇതൊക്കെ സീന മോനെ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അതും പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ. അടിപൊളി ഒരു ജർമ്മൻ വണ്ടി, ബട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ. വണ്ടി ഫോട്ടോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ വണ്ടി കേട്ടോ, പക്ഷെ അത്യാവശ്യം സൈസ് ഉണ്ട് വണ്ടി. ബിഗ് ആൻഡ് ബൾക്കി ആയിട്ടുള്ളൊരു ഫീലിംഗ് ഫ്രണ്ടിൽ നിന്ന് കിട്ടും. പവറാവട്ടെ. വിഷ്ണു എവിടെടാ? വിഷ്ണു എവിടെടാ? വാളാ. അണ്ണൻ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അണ്ണന്റെ മെക്കാനിക്ക് 40 പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അത് അല്ല, വിറ്റെന്താന്നറിയോ? അണ്ണൻ പറയാണ് ഞാൻ 3rd 4th ഇടാൻ പറ്റണില്ല. 4th ഇടുമ്പോഴേക്ക് ആക്സിഡന്റ് കൊടുക്കലാണ്. ഇനി തിരിയില്ല, ഇനി വലി മാത്രം. അണ്ണ മറ്റേ കൊച്ചി രാജാവില് ജഗതി തമിഴ്നാടായി. നമ്മളെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യണോ? ഫസ്റ്റ് ആയിട്ടാണ്. ഫുഡ് കഴിക്കാം. ഹോട്ടൽ ശ്രീ ശരവണ ഭവൻ. ഒരു ഹെൽപ്പ് ചെയ്യോ? അല്ല, സൂപ്പർ ബൈക്ക് നിർത്തിയിടാനുള്ള സ്ഥലം എവിടെ ചോദിച്ചാണ്. A few moments later. So after the food, we are back on track. Ayyo. നമ്മൾ മേട്ടുപാളയം വഴി ഊട്ടിയിലേക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. വാവ്, എല്ലാവരും സെറ്റ്.
ഈ ഒരു ഫീലൊക്കെ ദിസ് ഈസ് സംതിങ് എൽസ് മാൻ. ഞാനൊക്കെ ബാംഗ്ലൂർ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഇതുപോലത്തെ മൊമെൻറ്റ്സ്, ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ഒക്കെയാണ്. എത്രയൊക്കെ അവിടെ നിന്നൊക്കെ റൈഡ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ ഇടയിൽ പോകുന്ന ആ ഒരു ഫീലൊന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ തമിഴ്നാട് സൈഡിലോട്ട് ഇപ്പോൾ ട്രിപ്പ് പോകുന്നത്. ഊട്ടി സൈഡാണെന്ന് അറിയാം, ബട്ട് ദി ഡെസ്റ്റിനേഷൻ ഈസ് വെരി ഡിഫറെൻറ്റ്. ഊട്ടിയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ മാറിയിട്ടാണ് കോടനാട് വ്യൂ പോയിന്റ്. ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. അതൊക്കെ കാറിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ആയിരുന്നു. പക്ഷേ ബൈക്കിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ആ ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണത്. ബൈക്കും കൊണ്ട് ഒരു വട്ടം പോകണം എന്ന്. നല്ല അടിപൊളി മോർണിംഗ്, ഇത്തിരി ഫോഗി ആയിട്ടുള്ള സൺറൈസും ഫീൽ ഗുഡ് ആയിട്ടുള്ള ക്ലൈമറ്റും പിന്നെ നമ്മുടെ കുറച്ച് ചങ്കുകളും ഒരുമിച്ച് റൈഡ് ചെയ്യുന്ന വ്യൂ, ഇതൊക്കെ പോരളിയാ. നമ്മുടെ 1 or 2 days നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളെ ചില്ലാക്കാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ആണിത്. ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഒറ്റയടിക്കൊരു ഒറ്റ മൈൻഡിൽ റൈഡിന് ഇറങ്ങുക. ഇത് കുറച്ച് മുന്നേ പ്ലാൻഡ് ആണ്, ബട്ട് സ്റ്റിൽ ആ ഒരു ഒറ്റ മൈൻഡിൽ ഇറങ്ങുന്ന ട്രിപ്സ് ഇറ്റ് വിൽ ബി റിയലി വണ്ടർഫുൾ മാൻ. സ്പീഡ് എടുത്ത് കയറാം. ഇത് നെയ്ക്കഡ് ആയതുകൊണ്ട് വലിയ വിൻഡ് പ്രൊട്ടക്ഷനും ഇല്ല. നല്ല വിൻഡ് ബ്ലാസ്റ്റ് ആണല്ലോ. ഒരു അപ്രീലിയ RS 457 നമ്മുടെ പെണ്ണ് നിസാമാണ്. നിസാം നമ്മുടെ ഈ ക്ലബ്ബൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, RS 200 ഓണേഴ്സ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ അതൊക്കെ പീക്കിലെത്തി നിൽക്കുന്ന സമയത്തൊക്കെ നിസാം ഔട്ട് ഓഫ് ഫീൽഡ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് പുതിയ അപ്രീലിയൊക്കെ എടുത്തിട്ട്. നിസാമിൻ്റെ RS 200 അവൻ്റെ ഫ്രണ്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ആ വണ്ടി നിന്ന് നമ്മുടെ ഒപ്പം റൈഡിനുണ്ട്. എന്താ റോഡല്ലേ, ഒഴിഞ്ഞ് കിടക്കുക, ഇതിങ്ങനെ പറപ്പിച്ച് കയറ്റാൻ. കിടിലം വ്യൂസ് കേട്ടോ ഈ റൂട്ട്. ഞങ്ങൾക്ക് ഏകദേശം 50 കിലോമീറ്റർ അധികം ഓടാനുണ്ട് എൻ്റെ സ്ഥലത്തു നിന്നൊക്കെ. ബട്ട് സ്റ്റിൽ എല്ലാ പ്രാവശ്യവും നാട് കാണി പോകുന്നതിന് പകരം ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു ട്രിപ്പാണിത്. ഈ റൂട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ മോസ്റ്റ്ലി അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്താണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പൊള്ളാച്ചി വഴി കയറാനും ഈ ജസ്റ്റ് പാലക്കാട് റൂട്ട് വഴി വരും, അല്ലാതെ ഈ റൂട്ടിൽ അങ്ങോട്ട് പോകുന്നത് കുറവാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ഡിഫറെൻറ്റ് വ്യൂ. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസും നല്ലൊരു ക്ലൈമറ്റും നല്ല റോഡ്സും, സെറ്റ് റോഡും സെറ്റ് വ്യൂ. എടാ നീ മാപ്പ് നോക്കണ്ട?
എല്ലാവരും ആയോ? അണ്ണനെ നമ്മളപ്പം പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ കാണാതെ മറ്റേ ഇതിലെ പിടിച്ചാണ് കുറുക്കുവഴിയൊക്കെ ഇട്ടുണ്ട്. അതാണ് പേടി. വേഗം ചുരം കയറാം. നമുക്ക് അവിടെ നിർത്താം, ചാടിക്കാനെന്താ നിർത്താം. അവിടെ വരെ കയറ്. അയിമ മൊബൈൽ ഹോൾഡർ ഇല്ലേ? അല്ല ഇതിമല്ലേ? എന്നാ അതെടുത്തോ. ക്ലച്ചിന് ടൈറ്റ് ഉണ്ടെങ്കിൽ എഞ്ചിന് സീൻ തീരെ ഉണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് ട്രയംഫ് സ്ക്രാംബ്ലർ 400Xൽ. അനക്ക് ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്ക്. മോനെ ഏതാ ലുക്ക് എന്നറിയോ സാധനം. എന്തൊരു ടോർക്കാടാ ഇത്. 40-ലൊക്കെയാണ് 6 ഗിയറിലിട്ടിട്ട് ഫുള്ള് ഇന്ന്. അത്ര ഫ്ലിക്കബിൾ അല്ല ഈ വണ്ടി. ആ ഒരു 310 മാറിയപ്പോൾ നല്ല വ്യത്യാസം കാണാണ്ട്. കുറച്ച് സ്പീഡ് കയറി കഴിഞ്ഞാൽ ബ്രേക്ക് സെറ്റാണ് പറയാനില്ല. ആ ഒരു ബ്രേക്കിംഗ് പവർ അത് BMW ഉണ്ട്. പക്ഷേ അത് കുറച്ച് ഡീപ്പായിട്ട് പിടിക്കണം. ഈ ഒരു ഇത്ര ഫോഴ്സ് ഇല്ല, അത്ര വെയിറ്റ് ഇല്ല. ഇത് ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്കാണ്. BMW നല്ല പ്രോഗ്രസീവാണ് ഞാൻ യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇതാണെങ്കിൽ നേരെ ഒരു കുതിരപ്പുറത്തൊക്കെ കയറി ഇരുന്നിട്ട് പോകുന്നൊരു ഫീലാണ്. ഇവിടെ നിർത്തി. വേറെന്താ ഓടിച്ചിട്ട് എന്താ അവസ്ഥ? പവർ ഡിഫറൻസ് എന്താ അവസ്ഥ? പവർ ഡിഫറൻസ് എന്താ തോന്നുന്നു? അല്ല ഡിഫറൻസ് എത്രത്തോളം ഉണ്ട്? ഇത് ശരിക്കും ഒട്ടോ പുറത്തിരുത്ത് പോണ അതേ ഫീല്. ആ ടിന്നെടുത്ത് വണ്ടിമ്മ കെട്ടി വെച്ചിട്ട് പോര്. അജിത്ത് കയ്യിലിങ്ങനെ പിടിച്ചോളും. ട്രയംഫ് എങ്ങനെ ഉണ്ട് വെച്ചാൽ കമ്പനി ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ നീലഗിരീസ് ഫോറസ്റ്റ് വഴി പോവാണ്. ചുരം കയറാനുള്ള പുറപ്പാടിലാണ്. ഇതിപ്പോൾ എങ്ങനെ റൂട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ യൂഷ്വലി പോകേണ്ടത് നിലമ്പൂർ വഴി, ഊട്ടി വഴി, കൊടകിരി വഴി, കോടനാട് വ്യൂ പോയിൻ്റ് അങ്ങനെയാണ് പോയിട്ടുള്ളത്. ദിസ് ടൈം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാലക്കാട്, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം ഈ ഒരു റൂട്ട് പോയിട്ട് ഊട്ടി ടച്ച് ചെയ്യാതെ മേട്ടുപ്പാളയത്തിൽ നിന്ന് നേരെ കൊടകിരിയിലോട്ട് കയറാൻ പറ്റും ഈ ചുരം കയറിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ടൗൺ ടച്ച് ചെയ്യണ്ട, നേരെ കൊടകിരിയിൽ നിന്ന് കോടനാട് വ്യൂ പോയിന്റിലോട്ട് ഡയറക്റ്റ് അങ്ങനെ വിട്ടാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഊട്ടിയിൽ ടച്ച് ചെയ്യേണ്ട കിലോമീറ്റേഴ്സ് ഇവിടെ ലാഭമാണ്. BMW is BMW. അടുത്തൊരു ബ്രേക്കിന് ശേഷം ലെറ്റ്സ് സ്റ്റാർട്ട് അഗെയിൻ. പോവാം.
ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പാണെന്ന് നോക്കി. ആകാശത്തിൻ്റെ കളറും സെറ്റ്, ക്ലൈമറ്റും സെറ്റ്. അധികം തണുപ്പൊന്നും ഇല്ല കേട്ടോ, നല്ല നൈസായിട്ട് നമ്മുടെ വിയർത്ത് നിൽക്കുന്ന ഇൻറ്റീരിയറൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പാകത്തിനുള്ള തണുപ്പ് മാത്രമേ ഉള്ളൂ. നൈസാണ്. അങ്ങനെ നമ്മൾ കോർണർ ചെയ്ത് വളച്ച് തിരിച്ചൊക്കെ കോടഗിരി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 17 കിലോമീറ്റേഴ്സാണ് കോടനാട് വ്യൂ പോയിന്റിലോട്ടുള്ളത്. നമ്മുടെ ബോർഡ് തന്നെ കാണാം, ലെഫ്റ്റിലോട്ട് ഊട്ടി, ലെഫ്റ്റിലോട്ട് തന്നെ കൂണൂരും. പക്ഷേ സ്ട്രെയിറ്റ് പോയാൽ നമുക്ക് എത്താൻ പറ്റുന്നത് കോടനാട് വ്യൂ പോയിന്റ്, വൺ ഓഫ് ദി മാജിക്കൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഊട്ടി. ഓ, ഈ ജംഗ്ഷനൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നോക്കി. എന്റെ മോനെ, സീൻ സ്ഥലങ്ങള്, എന്താ വ്യൂ. കോടനാട് വ്യൂ പോയിന്റിലേക്കുള്ള വഴിയിലെ കാഴ്ചകളാണിത്. നമ്മുടെ സിറ്റിയിൽ നിന്ന് മാറി നിന്നപ്പം തന്നെ നമ്മുടെ ഈ ഇവിടുത്തെ എയറും ഇവിടുത്തെ സ്കൈയും എല്ലാം കാണാൻ തന്നെ ഭയങ്കര ഡിഫറൻസാണ്. നാട്ടിൽ നിന്നൊക്കെ ഇടയ്ക്ക് മാറിയിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഇത് എത്ര വട്ടം വന്നാലും മതിയാവാത്ത ടൈപ്പ് സ്ഥലങ്ങളാണ്. എത്ര വട്ടം വന്നാലും മതിയാവില്ല, വീണ്ടും വീണ്ടും വരാൻ ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്നൊരു ടെംപ്റ്റേഷൻ ഇങ്ങനെ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഓ, മെൻ്റൽ പീസ്. Aprilia is scene. Wow. ഇത് ലിറ്ററലി ഗോയിങ് ബാക്ക് ടു ടൈം എന്ന് പറയുന്ന പോലെ ആ ഒരു അഡ്വാൻസ്ഡ് ടെക് ഫീലൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശം. ശരിക്കും ഇവിടെയൊക്കെ ഒരു ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ഒരു ചിന്ന വീടല്ല, ബട്ട് ഒരു വെക്കേഷൻ ഹോമൊക്കെ എടുത്തിട്ട് സെറ്റിൽ ചെയ്യുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഞാനൊക്കെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, പൈസയും ഇതൊക്കെ എല്ലാത്തിൻ്റെയും തട്ട് മേലെ തന്നെ ഇരിക്കും, പക്ഷേ അതിലൊരു സാധനം കൂടെ ഉണ്ട്, മെൻ്റൽ പീസ് എന്ന് പറയുന്ന സാധനം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വെറും കുട്ടിച്ചോറാണ്. കൂടുതലധികം കാര്യങ്ങളെക്കുറിച്ചൊന്നും വെറീഡാവാതെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം ഇത്. അധികം ആൾക്കാരുടെ ശല്യങ്ങളും ഒന്നും ഇല്ലാതെ. വാവ്, എൻ്റെ മോനെ, അവരവിടെ പോകുന്നു, നമ്മുടെ ഇവിടെ തിരിയുന്നു. പിന്നെ ഈ വണ്ടി എനിക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ വണ്ടി ഭയങ്കര ഈസി ആട്ടോ ഹാൻഡിൽ ചെയ്യാൻ. RS ഒക്കെ കോർണർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ സിമ്പിളായിട്ട് ഇതെടുത്തിട്ട് കോർണർ ചെയ്യാനും പറ്റുന്നുണ്ട്. അതിന് എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഫ്ലിക്കബിലിറ്റിയാണ്. ഈ മിഡ് കോർണേഴ്സിൽ നമ്മൾ ഡയറക്ഷൻ പെട്ടെന്നൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ഇത് ഭയങ്കര റെസ്പോൺസീവായി വണ്ടി. കുട്ടി വണ്ടിയാണ്, അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ട് ഇത് ടോപ്പനിലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് കയറുന്നുണ്ട്. ടോപ്പനിൽ നല്ല വൈബ്രേഷൻസ് ഉണ്ട് കേട്ടോ, അത് ടോപ്പനിൽ മാത്രം. ചെറിയ RPM-ലൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് ആൾറെഡി ഒരു അണ്ടർ റേറ്റഡ് എന്നല്ല പറയാം, ഒരു ഭയങ്കര ഡീഫെയിംഡ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റ്. RR310-ലും RTR310-ലും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മനസ്സിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഹെയ്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് എന്നുള്ള രീതിയിൽ ഇടം പിടിച്ച ഒരു എക്സോസ്റ്റ് കൂടെയാണ് ഈ വണ്ടിയുടേത്. ബട്ട് നമ്മൾ ഈ വണ്ടി ഓടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് യൂസ് ടു ആയി കഴിഞ്ഞാൽ അടിപൊളി സൗണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറച്ച് സ്ലോ ആക്കണം. അയ്യോ, കൊരങ്ങൻസ് മോനെ, പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വെച്ചിട്ടൊന്ന് സ്ലോ ആക്കണമെന്ന്. സ്ലിപ്പാവുന്ന അറിയാനുണ്ട് കോർണറിൽ. ബട്ട് ഈ അഡ്രിനാലിൻ ഉണ്ടല്ലോ, ഇത് തരുന്ന ഒരു ഫീലും ഇത് തരുന്ന ഒരു പമ്പോ ഫ്രഷ്, മോനെ, ഇത് പക്കാ സൂയിസൈഡൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇങ്ങനത്തെ ഓരോ വണ്ടിയിലൊക്കെ കയറുമ്പോൾ. പക്കാ സൂയിസൈഡൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ പക്കാ സൂയിസൈഡൽ ഇൻസ്റ്റിങ്ക്റ്റ്. ഇങ്ങനത്തെ ഓരോ മെഷീൻസ് കാരണമാണ് നമ്മൾ ഈ മെൻസ് കുറെ സ്പോയിൽഡ് ആയി പോകുന്നത്. ഓ എൻ്റെ മോനെ,
എൻജിൻ കത്തി പോയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വരിയായിട്ട് പോകുന്നതിൻ്റെ ഒരു സിമ്മട്രി എന്നൊക്കെ നോക്കി. RS457 എന്തൊരു രസമെന്ന് അറിയാം. ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് കോർണറിൽ നിന്നൊക്കെ കാണാൻ സെക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റ് സെക്സി. ഓ അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ ജെറ്റിന് ശേഷം ടൗൺ ഏരിയ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്ലോ ആക്കുന്നു. ഈ ഒരു ഏരിയ കഴിഞ്ഞ് അവിടെയാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. അവിടെയാണ് കുറച്ച് അപ്പുറത്ത്. അവിടെ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പഴയ ടീമാണ് നമ്മളപ്പം, പഴയ ഫസ്റ്റ് കൊടൈക്കനാൽ ട്രിപ്പിൽ പോയിട്ടുള്ള ടീം. സോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. അങ്ങനെയാണ് മനസ്സിൽ വരുന്നത്. മനസ്സിനൊരു പോസിറ്റിവിറ്റി കൊടുത്തുകൊണ്ടാണ് ഈ യാത്ര നമ്മളിവിടെ എൻഡ് ചെയ്യാൻ പോകുന്നത്. എൻഡ് ചെയ്യുന്നില്ല, ബട്ട് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇത് തന്നെ. ഇതാണ് നമ്മുടെ റിസോർട്ട്. എൻ്റെ മോനെ, ഏതാ വ്യൂ ഇല്ലേ. കേബിൾ ഡാമേജ് ആയി. എങ്ങനെയുണ്ട് അയച്ച സ്ഥലം? വൈബല്ലേ? എങ്ങനെയുണ്ട് ജെറ്റ്? പിന്നെ അല്ല, വീല് കിടന്ന് സ്ലിപ്പ് ചെയ്യാൻ ഓരോ അവിടെ കോർണറിനാ കണ്ടേ? അല്ല, എൻ്റെ വീല് കിടന്ന് സ്ലിപ്പ് ചെയ്യുന്നത് കണ്ടോ? കോർണറിൽ സ്ലിപ്പ്. ഈ അപ്പം ബാക്കിലില്ലല്ലേ? ഞാൻ അവിടെ മുന്നേ കയറിയതിനു ശേഷം സ്ലിപ്പ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ കയറിപ്പോയി. ഇത് മിഷലിന് ഇത് വെച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ കോടനാട് വ്യൂ പോയിന്റിൽ ഞങ്ങളുടെ റിസോർട്ട് എത്തുന്നത് വരെയുള്ള റൈഡിങ് എക്സ്പീരിയൻസും ഞങ്ങളുടെ അനുഭവങ്ങളുമാണ്. ഇവിടെ എത്തിയതിന് ശേഷം നടന്നിട്ടുള്ള ഒരുപാട് നല്ല കിടിലം മൊമെൻറ്റ്സും നല്ല ക്ലൈമറ്റും ചില്ലിങ് വെതറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോയതും നല്ല ഒരുപാട് വിഷ്വൽസും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ ഒരു എപ്പിസോഡിൽ കുറേ റൈഡിങ് ഫൂട്ടേജസ് ഒക്കെ ഉള്ള അപ്രോച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ബെറ്റർ എപ്പിസോഡ്സ് ആയിട്ട് മുന്നോട്ട് വരാം. സോ ബൈ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്.